യോജിക്കുകയില്ലായിരുന്നു. കാരണം നമുക്ക് തന്നെ ഭാഗമായിട്ടുള്ള വലിയൊരു സിനിമയുടെ ചുറ്റും ഒരു ക്രൈം ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണത്. എത്ര ആളുകളുടെ ഗുഡ്വില്ലിനെ ബാധിക്കാം, നമുക്ക് തന്നെ അത് ചിലപ്പോൾ പ്രശ്നങ്ങളായി മാറിയേക്കാം, ക്രിയേറ്റീവ് സ്പേസ് ആണെങ്കിൽ പോലും. എന്നാൽ പോലും അതിനൊരു സിനിമയുടെ ഒരു സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി അവസാനം ഒരു ഡയലോഗ് പോലും അതിനു വേണ്ടി എയർപോർട്ടിലേക്ക് പോകുന്ന ചെറിയൊരു ഗ്യാപ്പിൽ ഡബ് ചെയ്ത് കൊടുത്ത് മമ്മൂക്ക എന്ന വിളിയെ മമ്മൂട്ടി ചേട്ടൻ എന്ന് ട്രാൻസ്ഫോം ചെയ്ത് മാറ്റി. ഇപ്പോഴും മറ്റൊരു സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റൊരാളുടെ സിനിമാഗ്രഹത്തിന് വേണ്ടി കാണിക്കുന്ന സന്നദ്ധത, ആ ചിന്ത, ആ ഒരു ആഗ്രഹം അതെവിടെ നിന്ന് വരുന്നു? അത് ആ സിനിമയുടെ കഥയിൽ, സത്യസന്ധമായ കഥയിൽ ഞാനുണ്ട്. അപ്പോൾ അതിനോട് ഞാൻ മാറി നിന്ന് കഴിഞ്ഞാൽ ആ സിനിമയാവില്ല. ഈ മമ്മൂട്ടി ചേട്ടൻ എന്ന് പറയുന്നതൊക്കെ എൻ്റെ സ്വന്തം അനുഭവങ്ങളാണ്. മമ്മൂട്ടി ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് കത്തെഴുതിയത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതെന്ന് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ അതിന് സ്വാഭാവികമായിട്ടും നമ്മളില്ലെങ്കിൽ പിന്നെ അവർക്ക് എടുക്കാൻ പറ്റാത്ത ബ്രില്യൻ തോട്ടാണ്. അങ്ങനെ ഇല്ലാത്ത, അതായത് ഈ പാരലൽ ഹിസ്റ്ററിയിൽ നമുക്ക് സിനിമകൾ അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് അങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കണ്ടേ, അത്രയും ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ഫിലിമോഗ്രഫി എന്നുള്ള ഒരു കോൺസെപ്റ്റില്ല ശരിക്കും ഇന്ത്യ മൊത്തം ഇത്രയും ചർച്ച ചെയ്യുമ്പോൾ ശരിക്കും എന്താ മമ്മൂട്ടിക്ക് കിട്ടുന്ന ഒരു പേഴ്സണൽ മോട്ടിവേഷൻ ഉണ്ടല്ലോ, ഇനിയും കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ട് ചെയ്യാം എന്നുള്ള ഈ ചർച്ചകളൊക്കെ നമുക്ക് എത്രത്തോളം അറിഞ്ഞിരുന്നു എന്നുള്ളതൊന്നും അറിഞ്ഞു. ചർച്ചകൾ ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്. ഇനി എന്ത് ചെയ്യണം, ഇത്രയും നമ്മുടെ മുൻപിൽ ഉത്തരവാദിത്തമുണ്ട്. ആളുകൾ അവിടെ ഇന്ത്യ കുറഞ്ഞ പക്ഷം ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കുന്നു, ഇന്ത്യയിൽ സിനിമാ പ്രവർത്തകർ ശ്രദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കൂടുകയും നമ്മൾ കുറച്ചുകൂടെ മുന്നൊരുക്കങ്ങൾ ചെയ്യേണ്ടിയിരിക്കും.